ജന്മം നൽകിയ മാതാപിതാക്കളെ കൊല്ലുന്നു. കഴിഞ്ഞ ദിവസം ഒരു ഡ്രഗ് അഡിക്റ്റ് പറഞ്ഞത്, ഞാൻ എൻ്റെ അമ്മയെ കൊന്നു. ആരാ അമ്മ? 10 മാസം ഗർഭാശയത്തിൽ വെച്ച് കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അനുഭവിച്ച് അവനെ പ്രസവിച്ച് കുഞ്ഞി കൈ വളരുന്നോ കാല് വളരുന്നോ എന്ന് നോക്കി തൊട്ടിൽ കെട്ടി താരാട്ട് പാടി വളർത്തി ഇവൻ വലിയ ഉയരങ്ങളിലേക്ക് എത്താൻ 3 നേരവും പ്രാർത്ഥനയോടുകൂടി വീട്ടിൽ കാത്തിരിക്കുന്ന ഒരു അമ്മയെ മകൻ കൊല്ലുകയാണ്. എനിക്ക് ജന്മം തന്നതിൻ്റെ പേരിലാണ് ഞാൻ എൻ്റെ അമ്മയെ കൊന്നത് എന്ന് അവൻ പോലീസിനോട് പറയുകയാണ്. ഞാൻ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ ഞങ്ങൾ ഈ വിഷയം നിയമസഭയിൽ കൊണ്ടുവന്നു. ഞാൻ നിറകണ്ണുകളോടെ പറഞ്ഞു, എൻ്റെ അടുത്ത് വന്ന് ഈ അഡിക്ട്സ് ഉള്ള വീടുകളിലെ മാതാപിതാക്കൾ കുടുംബാംഗങ്ങൾ പറഞ്ഞ കാര്യം എനിക്ക് പുറത്തു പറയാൻ പറ്റില്ല. ആ കുടുംബങ്ങളിൽ അവരനുഭവിക്കുന്ന ദുഃഖം, അവരനുഭവിക്കുന്ന പീഡാനുഭവങ്ങൾ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയില്ല. കാരണം ഇവരെ നിയന്ത്രിക്കുന്നത് അവരല്ല, ഈ മയക്കുമരുന്നാണ്. നമുക്കൊരു പ്രതിജ്ഞ എടുക്കണ്ടേ? ഈ മയക്കുമരുന്നിനെ നമ്മൾ കേരളത്തിന്റെ മണ്ണിൽ നിന്ന് നമ്മൾ ഈ ശൃംഖലയെ നമ്മൾ ആട്ടി ഓടിക്കുക തന്നെ ചെയ്യും, ഒരു സംശയവും വേണ്ട. ശരിയാണ് സാർ. അങ്ങ് ഈ മയക്കുമരുന്നെതിരെ നടത്തുന്ന പോരാട്ടം അതിശക്തമായി ഈ കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നത് കൊണ്ട് തന്നെ മരണത്തിലും ബലാത്സംഗത്തിലും കൊലപാതകത്തിലും മറ്റു കുറ്റകൃത്യങ്ങളും നിരവധി കുറഞ്ഞതായിരിക്കും ഈ 1 മാസം കൊണ്ട് തന്നെ കേരളം അനുഭവിച്ചറിയുന്നു. അതുകൊണ്ട് തന്നെ ജനം മുഴുവൻ നിങ്ങളോടൊപ്പം ഈ മയക്കുമരുന്ന് വേട്ടയ്ക്കുണ്ട്. മയക്കുമരുന്ന് വേട്ടയ്ക്ക് എത്തുന്ന പോലീസ്, അവരെ കണ്ട് പേടിച്ചോടുന്ന ഗുണ്ടകൾ ഇന്ന് കേരളത്തിൻ്റെ നിത്യ കാഴ്ചയായിരിക്കുന്നു. പക്ഷേ നിങ്ങൾക്കെതിരെ ചില പരാതികൾ ഉയർന്നിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ നിർഭയം പരീക്ഷിച്ച് നടപടിയെടുക്കണമെന്നുകൂടി അങ്ങയോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതായത് ഇന്നത്തെ മനോരമ പത്രത്തിൽ കൊല്ലം ജില്ലയിലെ മയക്കുമരുന്ന് വ്യവസായത്തെക്കുറിച്ചും അതിൻ്റെ ആധികാരികതയെക്കുറിച്ചും അവിടെ പിടികൂടാൻ പോലീസുകാർ അറയ്ക്കുന്നതിൻ്റെയും മടിക്കുന്നതിൻ്റെയും കാരണങ്ങൾ വ്യക്തമായി മനോരമയിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതൊക്കെ അങ്ങേക്ക് വായിക്കാൻ സമയമില്ലെങ്കിൽ പോലും കൊല്ലം ജില്ലയിലെ നിരവധി പരാതികൾ ഉയർന്ന സ്ഥിതിക്ക് അവിടെ ഈ മയക്കുമരുന്ന് വേട്ട നടത്തി, അവിടെ നിന്നല്ല കേരളമാകെ മയക്കുമരുന്ന് നിർമ്മാർജ്ജനം ചെയ്ത് നമ്മുടെ കുട്ടികളെയും വരും തലമുറകളെയും രക്ഷിക്കാൻ അങ്ങെടുക്കുന്ന എല്ലാ നടപടികൾക്കുമൊപ്പം ജനം ഒന്നാകെ നിങ്ങൾക്ക് കൈയടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അങ്ങ് നിയമസഭയിൽ ഈ പ്രസംഗം നടത്തുമ്പോൾ ഞങ്ങളൊക്കെ ആ പ്രസംഗം കേട്ടിരുന്നതാണ്. അങ്ങ് വൈകാരികമായി പിണറായി വിജയനോട് പറയുമ്പോൾ പിണറായി വിജയൻ നിസ്സംഗമായി അതിനെ പുച്ഛിച്ചു തള്ളുകയായിരുന്നു ചെയ്തത്. അദ്ദേഹത്തിന് ഏത് സമയവും 100 കണക്കിന് കാറുകളുടെ അകമ്പടിയോടെ ഈ കേരളവും വിദേശവും മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് ജനങ്ങളുടെ നികുതി പണം കൊള്ളയടിച്ച് തിന്നു തീർത്ത് സുഖിച്ച് അറമാദിക്കുന്നതിലായിരുന്നു പിണറായി വിജയൻ്റെ ശബ്ദം. പക്ഷേ ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിരുന്നുകൊണ്ട് ഈ ഭരണത്തെ വിമർശിക്കുന്ന അല്ലെങ്കിൽ പരിഹസിക്കുന്ന, താനേതോ വലിയ മഹാകാര്യം ഇവിടെ ചെയ്തു വെച്ചു എന്ന് പറയുന്ന പിണറായി വിജയൻ ആദ്യം തന്നെ കരുതേണ്ടത്, അല്ലെ മനസ്സിലാക്കേണ്ടത്, താങ്കൾ ഇപ്പോൾ സ്വർണ്ണക്കൊള്ള കേസിൽ ഇവിടെ പത്തനംതിട്ടയിലെ പത്മകുമാറിനെതിരെ നടപടിയെടുക്കുമ്പോൾ സ്വന്തമായിട്ട് താനൊന്ന് ചോദിച്ചു നോക്കൂ, ഈ പരാജയത്തിൻ്റെ ഉത്തരവാദിത്തം ആർക്കാണ്? പാർട്ടി പരാജയപ്പെട്ട് തനിക്കും ഗോവിന്ദനുമെതിരെ ഒരു നടപടിയുമില്ലാത്ത പാർട്ടി സംവിധാനം താൻ ഉണ്ടാക്കിയെടുത്ത് തന്നെ എപ്പോഴും തിരുവാതിര പാടിച്ച് സഖാക്കൾ ആരാധിച്ചു കൊണ്ട് നടക്കുന്ന അവസ്ഥ കൂടി ഒന്ന് ഒഴിവാക്കേണ്ടതുണ്ട്. താങ്കൾക്ക് ഈ കേരളത്തിൽ മയക്കുമരുന്നിനെതിരെ അല്ലെങ്കിൽ മദ്യത്തിനെതിരെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, താങ്കളുടെ ഭരണകാലത്ത് 10 വർഷക്കാലം കൊണ്ട് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കനുസരിച്ച് 19,672 ബലാത്സംഗ കേസുകളും അതിലേറെ കൊലപാതക കേസുകളും താങ്കളുടെ ഭരണത്തിലുണ്ടായി. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായ ചെറുപ്പക്കാരും വൃദ്ധജനങ്ങളും അടക്കം ഇവിടെ സകലമാന മനുഷ്യരും കുറ്റകൃത്യങ്ങളായി ചെയ്തു തീർന്നിട്ട് അതിനെതിരെ ഒരക്ഷരം ശബ്ദിക്കാനോ ഒരു നടപടിയെടുക്കാനോ കഴിയാതെ വിദേശയാത്ര നടത്തി വ്യവസായത്തിൻ്റെ പേര് പറഞ്ഞ് ഈ ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങി കോടാനുകോടികൾ കട്ടുമുടിച്ച് തിന്നുമുടിച്ച താങ്കൾക്ക് സതീശൻ ഗവൺമെൻറ്റിൻ്റെ എതിരെ ഒരക്ഷരം ശബ്ദിക്കാൻ എന്തെങ്കിലും ഒരു യോഗ്യതയുണ്ടോ എന്നാദ്യം ചിന്തിച്ചു നോക്കണം. അങ്ങനെ ശബ്ദിക്കണമെന്നുണ്ടെങ്കിൽ
താങ്കൾ ആദ്യം ഈ പ്രതിപക്ഷ നേതൃസ്ഥാനം രാജിവെക്കണം. കാരണം ഈ പാർട്ടിയെ തോൽപ്പിച്ചതിന്, ഈ പാർട്ടിയെ നശിപ്പിച്ചതിന് താങ്കളോട് എണ്ണി എണ്ണി ചോദിച്ചാൽ തളിപ്പറമ്പും പയ്യന്നൂരും അടക്കമുള്ള എല്ലാ മണ്ഡലങ്ങളിലും പരിശോധിച്ച് നോക്കൂ. എന്തുകൊണ്ട് പാർട്ടി തോറ്റു? ആ തോറ്റതിന് ആരാണ് ഉത്തരവാദി? താങ്കളുടെ 10 വർഷത്തെ ഭരണം കൊണ്ടല്ലേ, ഭരണവൈകല്യം കൊണ്ടല്ലേ? താങ്കളുടെ അഴിമതിയും തൂർത്തും സ്വജനപക്ഷപാതവും കൊലപാതകവും ബലാത്സംഗവും പീഡനവും കേരളത്തിൽ വർദ്ധിച്ചതുകൊണ്ടും കേരള ജനതയുടെ ജീവിത സ്വൈര്യവും സ്വാസ്ഥ്യവും നഷ്ടപ്പെട്ടതുകൊണ്ടുമല്ലേ താങ്കൾ തോറ്റത്? കേരളത്തിലെ 1-ാം നമ്പർ വർഗീയവാദിയായ വെള്ളാപ്പള്ളി നടേശൻ്റെ വേദികളിലൊക്കെ തൻ്റെ മന്ത്രിമാരെയും കൂട്ടിപ്പോയി അദ്ദേഹത്തിൻ്റെ ഉച്ഛിഷ്ടം തിന്ന് ഓച്ചാനിച്ച് നിന്ന് അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ചുയർത്തി ഇതാണ് കേരളത്തിൻ്റെ നവോത്ഥാന നായകനെന്ന് പ്രഖ്യാപിക്കുകയും കുമാരനാശാനേക്കാൾ വലിയ മഹാനാണ് ഈ വെള്ളാപ്പള്ളി എന്ന് മൈക്രോ ഫിനാൻസ് തട്ടിപ്പുകാരനായ ആ കുറ്റവാളിയെ വാഴിക്കുകയും പിന്നീട് ആഗോള സംഗമത്തിൽ കാറിൽ കയറ്റിക്കൊണ്ടുപോയി അവിടെ ചെന്ന് ആ വേദിയിൽ യോഗി ആദിത്യനാഥിൻ്റെ പരിപ്രേക്ഷ്യം വായിച്ച് താനൊരു RSSൻ്റെ വാലാണെന്ന് വ്യക്തമായി പ്രഖ്യാപിച്ച ഈ പിണറായി വിജയൻ എന്ന വർഗീയ സർപ്പത്തിന് ഈ സതീശ ഗവൺമെൻറ്റിനെ വിമർശിക്കാൻ എന്തെങ്കിലും യോഗ്യതയുണ്ടോ? ഉണ്ടെന്നുറപ്പിച്ചു പറയാമോ? എടോ പരനാറി വിജയ, പിണറായി വിജയ, തന്തയ്ക്ക് പിറന്നവനാണെങ്കിൽ, അന്തസ്സുണ്ടെങ്കിൽ, മാനാഭിമാനം ഉണ്ടെങ്കിൽ സ്വന്തം കണ്ണിലെ തടിയെടുത്തിട്ട് അന്യൻ്റെ കണ്ണിലെ പൊടിയെടുക്ക് എന്ന് വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഗുഡ് ബൈ.